ഇന്ന് ഇവാനക്കുട്ടിയുടെ ചോറൂണാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്ക് ഗുരുവായൂർ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് ഏട്ടൻ ലീവ് കിട്ടാത്തതുകൊണ്ട്, ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങളെന്നാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണപുരത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ ചോറൂണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പോയി. ആക്ച്വലി അവിടെ ശരിക്കും സപ്താഹം നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളത് അറിഞ്ഞില്ല. സൺഡേയിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സപ്താഹം നടക്കുക, അവിടെ എത്തിപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ അത് കേൾക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അത് സപ്താഹം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ 8 മണിയാകുമ്പോഴേക്ക് എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ്റെ മടിയിൽ നിന്നിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. അവരാദ്യം പറഞ്ഞ് ചെവിയിൽ പേര് വിളിക്കാൻ പറഞ്ഞു. 3 തവണ പേര് വിളിക്കാൻ പറഞ്ഞു 2 ചെവിയിലും. എന്നിട്ട് ചോറൂണ് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം അനിയൻ കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറേശ്ശെ ഒന്ന് വെച്ച് കൊടുത്തു. കുട്ടി നന്നായി കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവൾക്ക് ഒന്നാമത് ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു. രാവിലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു അവൾ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് രാവിലെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോറൂണൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ.